ലൂക്ക 14, 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. എളിമ, നിസ്വാർത്ഥമായ ആതിഥ്യമര്യാദ, എല്ലാവരെയും പരിഗണിക്കുന്ന, അംഗീകരിക്കുന്ന സ്നേഹം, പരിഗണന, ഇവയൊക്കെയാണ് ഈ ബൈബിൾ ഭാഗത്തെ പ്രതിപാദന വിഷയങ്ങൾ. അന്ധനും മുടന്തനും തഴയപ്പെട്ടവനും സമൂഹത്താൽ കുടുംബങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹം, സ്വാർത്ഥതയില്ലാത്ത ഔദാര്യമര്യാദയുള്ള മനോഭാവം. സ്വയം ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, സ്വയം താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക. നന്മ ചെയ്യുന്നവന് പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതിജ്ഞയും ഇവിടെ കാണാം. ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട് എന്ന പരിഗണന ശരിക്കും അർത്ഥവത്താകുന്ന സംഭാഷണവും സന്ദർഭവും ഇവിടെയുണ്ട്. ഈ ബൈബിൾ ഭാഗം വായിച്ചപ്പോൾ ഓർമ്മ വന്ന ഒരു സംഭവം, ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് ഒരു നേതാവിനെ വിളിച്ചു. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. സ്റ്റേജിൽ മുഖ്യ അതിഥിക്ക് വേണ്ടി കസേരയൊരുങ്ങി. സമയമായപ്പോൾ അദ്ദേഹം വന്നത് 20ഓളം ലോക്കൽ നേതാക്കന്മാരെയും കൂട്ടിയാണ്. പ്രശ്നം അവിടെയല്ല. വന്ന എല്ലാവർക്കും സ്റ്റേജിലിരിക്കണം, എല്ലാവരെയും ആദരിക്കണം, എല്ലാവർക്കും മാലയിടണം. എന്താല്ലേ, കിട്ടുന്ന അവസരത്തിൽ ചാടിക്കേറി ആളാകാൻ ശ്രമിക്കുന്ന അധികാരക്കൊതിയന്മാർ എന്നല്ലാതെ എന്തു പറയാൻ. താഴ്ന്ന നിലത്തെ നീരോടു എന്ന് പറയുന്നത് പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുമെന്ന് എളിമയും ഹൃദയ നൈർമല്യവുമുള്ളവർക്ക് ദൈവം സമീപസ്ഥനാണ് എന്ന് കർത്താവ് തെളിയിക്കുകയാണ്. ഒപ്പം തൻ്റെ സാമീപ്യവും ആവശ്യവും ജനം തിരിച്ചറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വിനയം അഥവാ എളിമ നമ്മെ തന്നെ ചെറുതായി കാണുകയല്ല, മറിച്ച് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ആത്മാർത്ഥതയോടുകൂടി നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയാണ്. നാം എല്ലാം ദൈവത്തിൻ്റെ മഹത്തായ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണ്. എന്നാൽ തീരുമാനം നമ്മുടേതാണ്. ബുദ്ധിയും സാമർഥ്യവും സ്വാതന്ത്ര്യവും നൽകി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും അവിടുന്ന് നൽകുകയാണ്. ഇവിടെയാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല എന്ന വാക്കുകൾ അന്വർത്ഥമാകുന്നത്. തന്നെ ഉയർത്താനും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം മഹത്വം സ്ഥാപിക്കാനും ഉള്ള മാനുഷികമായ ആഗ്രഹത്തെ, അഹങ്കാരത്തെ എടുത്തു കാണിക്കുന്ന വാക്കുകളാണ് ഈശോ ഇവിടെ പറയുക. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. എനിക്ക് അർഹതയുള്ളതിനേക്കാൾ കൂടുതൽ മഹത്വം എനിക്ക് നൽകുന്നുണ്ടോ? എങ്കിൽ അത് അഹങ്കാരമാണ്, അഹങ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. എന്നെ ഏതവസരത്തിലും ആത്മാർത്ഥമായി വിലയിരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം തന്നെ ചിന്തിക്കേണ്ട അവസരം കൂടിയാണ്. ഈ ബൈബിൾ ഭാഗം ശരിക്കും പ്രതിഫലം പ്രതീക്ഷിച്ച്, മഹത്വം മാത്രം പ്രതീക്ഷിച്ച് അധ്വാനിക്കുന്നവനാണോ ഞാൻ എന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്. ഒപ്പം നിരാലംബരെയും സമൂഹത്തിലെ അധകൃതരെയും ആരോരുമില്ലാത്തവരെയും പരിഗണിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് എന്നോട് തന്നെ ചോദിക്കാനുള്ള ഒരവസരം കൂടിയാണ്. അതോ ലാഭം മാത്രമാണോ എൻ്റെ ലക്ഷ്യം? ദൈവത്തിലും തൻ്റെ കഴിവുകളിലും വിശ്വാസമർപ്പിക്കുന്നവർക്ക് മാത്രമേ എളിമയോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന കാര്യം നമുക്ക് ഓർമ്മയിൽ വെക്കാം.